നമ്മുടെ സ്വന്തം സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പൂരങ്ങളുടെ നാട്, ആനകളുടെ നാട് എന്നിങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ ഉള്ള തൃശ്ശൂർ നമ്മളെ ഒരിക്കലും മടുപ്പിക്കാത്ത ഒരു സ്ഥലമാണ്. തൃശ്ശൂരിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് യൂസ്ഫുള്ളായ വ്യത്യസ്തങ്ങളായ 5 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്നത്തെ ഈ വൺ ഡേ ട്രിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂരിൻ്റെ കൊല്ലങ്കോട് എന്നറിയപ്പെടുന്ന പുള്ളുപാടമാണിത്. ഇവിടുത്തെ താമരപ്പാടമാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം നമ്മൾ 8 മണിയോടുകൂടി പുള്ളിലെ താമരപ്പാടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസുകളായ കൊട്ടവഞ്ചിയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണിയോട് കൂടിയിട്ട് ഇവിടുത്തെ കൊട്ടവഞ്ചി സഫാരികളെല്ലാം ഓപ്പൺ ആവും. 200 രൂപയാണ് ഒരു കൊട്ടവഞ്ചിക്കായിട്ടുള്ള ചാർജ് ഈടാക്കുന്നത്. കൊട്ടവഞ്ചി കൂടാതെ കയാക്കിങ്ങും വലിയ വഞ്ചിയും ഒക്കെ ഇവിടെ ഉണ്ട്. രാവിലത്തെ ഈ ഗോൾഡൻ ലൈറ്റിലുള്ള താമരപ്പാടവും ഈ ഒരു കൊട്ടവഞ്ചി സഫാരിയും വല്ലാത്തൊരു റീഫ്രഷ്മെന്റ് ആണ് കേട്ടോ തരുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് കൊട്ടവഞ്ചിയിൽ സഫാരി ചെയ്യാം. ഒരു താമരപ്പൂവും ഇവർ നമുക്ക് പറിച്ചു തരും. അവസാനത്തെ ഈ ഒരു കറക്കലുണ്ടല്ലോ, അത് മിസ് ചെയ്യാതെ എൻജോയ് ചെയ്യണം കേട്ടോ. തൃശ്ശൂരിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫി പ്ലേസ് കൂടിയാണ് കേട്ടോ ഇത്. എവിടെ നോക്കിയാലും നല്ല നല്ല ഫ്രെയിമുകളാണ്. ഇവിടുന്ന് അത്യാവശ്യം ഫോട്ടോസുകളൊക്കെ എടുത്ത് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനത്തറവാടായ ഗുരുവായൂരിലെ പുന്നത്തൂർ ആനക്കോട്ടയാണ് നമ്മുടെ അടുത്ത സ്പോട്ടായിട്ട് വരുന്നത്. താമരപ്പാടത്ത് നിന്നും 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അവിടേക്കുള്ള ദൂരം വരുന്നത്. പോകുന്ന വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരുപാട് ഹോട്ടലുകൾ കാണാം. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ ഒരു 10:15 കൂടിയിട്ട് ആനക്കോട്ടയിലേക്ക് എത്തി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് ടൈം വരുന്നത്. അഡൽസിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ഫീ വരുന്നത്. ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പ്രത്യേക ഫീസും കൊടുക്കണം കേട്ടോ. ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ആദ്യമായി തന്നെ കാണുന്നത് ശോചനാവസ്ഥയിലായിരിക്കുന്ന പുന്നത്തൂർ കോവിലകമാണ്. നമ്മുടെ പട്ടാഭിഷേകം പോലെയുള്ള പല സിനിമകൾക്കും വേദിയായ ഒരിടമാണിത്. പിന്നെ അങ്ങോട്ട് എങ്ങോട്ട് നോക്കിയാലും ആനകളുടെ ഒരു ലോകം തന്നെ കാണാം. 35ഓളം ആനകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇതിൽ ചിലത് മതപ്പാടിലുള്ളവരും ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇവിടെ എത്തിയാൽ ഇവരെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാഴ്ചകളും കാണാം. അങ്ങനെ ഇവിടുത്തെ ആനക്കാഴ്ചകളൊക്കെ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 11:15 കൂടിയിട്ട് ഇറങ്ങി. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ചാവക്കാട് എടക്കഴിയൂർ ഭാഗത്തേക്കാണ്. ഈ ഒരു വഴി കണ്ടോ, ഇവിടുന്ന് നേരെ പോയാൽ മറൈൻ വേൾഡ് പബ്ലിക് അക്വേറിയവും വലത്തോട്ട് പോയാൽ എക്സോട്ടിക് ബേർഡ്സിന്റെ പാർക്കായ ഫാം വില്ലയുമാണ്. നമ്മൾ ഇവിടെ ആദ്യം പോകുന്നത് ഫാം വില്ലയിലേക്കാണ്. 200 രൂപയാണ് ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ഇത്രയും പൈസയ്ക്ക് ഇവിടെ എന്താണ് കാണാനെന്ന് ചോദിച്ചാൽ അത് അതിനുള്ളിൽ കയറിയാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് സ്പീഷീസിലുള്ള എക്സോട്ടിക് ബേർഡ്സിന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒരു അത്ഭുത ലോകമാണിവിടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വെറൈറ്റി ഇനം അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കാണാനും ഫീഡ് ചെയ്യാനും പറ്റുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് 100% ഷുവറാണ്. ഗ്രീനറീസ് നിറഞ്ഞ ചെറിയൊരു സ്പേസിൽ ഇത്രയധികം അനിമൽസിനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. വീക്കെൻഡിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും. ഇതാണ് കേട്ടോ ഫാം വില്ലയുടെ മോസ്റ്റ് ഹൈലൈറ്റ് ഏരിയ. ഇവിടെ നമുക്കൊരു 1.5-2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്താൽ മുഴുവനായും എക്സ്പ്ലോർ ചെയ്തേച്ച് പോവാം. ഉച്ചയായതുകൊണ്ട് ഫുഡിനാണ് നമുക്കിനി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ മറൈൻ വേൾഡിന്റെ മുമ്പിലായിട്ടുള്ള ഈ ഒരു വഴിയെ നടന്ന കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു ഹോട്ടലുണ്ട്. വെറും 30 രൂപയ്ക്കാണ് ഇവിടെ ഊണ് കിട്ടുക. അടിപൊളി ഫുഡാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫുഡിനൊന്നും അത്രയ്ക്ക് പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കില്ല.
സ്ഥലങ്ങളാണല്ലോ നമുക്ക് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നിയർ ബൈ റെസ്റ്റോറൻ്റ് ആണ് എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരെ മറൈൻ വേൾഡിലേക്ക്. അവധി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും നോർമൽ ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയുമാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വരുന്നത്. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് മുതിർന്നവർക്ക് 400 രൂപയും കുട്ടികൾക്ക് 280 രൂപയുമാണ്. ഇതൊരു അക്വേറിയം കാണാനുള്ള ഫീ മാത്രമാണ് കേട്ടോ. ഇതുകൂടാതെ ബേർഡ്സ് പാർക്ക്, ഹൊറർ ഹൗസ്, 16 ഡേയ്സ് സിനിമ, കിഡ്സ് പാർക്ക് എന്നിവയൊക്കെ ഇവിടെ ഉണ്ട്. അതിനായിട്ട് സെപ്പറേറ്റ് ഫീയും കൂടിയാണ്. കൂടാതെ പുതുതായി ഇവിടെ ഒരു സബ്മറൈൻ റൈഡ് കൂടിയുണ്ട്. കടലിനടിയിലെ 7 ലോകാത്ഭുതങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാനാവും. അക്വേറിയത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമാണ് ചാവക്കാട്ടെ ഈ മറൈൻ വേൾഡ്. 3 ലക്ഷത്തിലധികം മീനുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ തന്നെ മീനുകളെ പ്രത്യേകതരം സെക്ഷൻസ് ആയി തിരിച്ച് ഓരോ തീം ബേസിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഫിഷ് സ്പാ, കാർ അക്വേറിയം, സിലിണ്ടറിക്കൽ അക്വേറിയം, ഗ്ലാസ് ബ്രിഡ്ജ്, വലിയ അരാപ്പൈമകളൊക്കെ ഇട്ടിരിക്കുന്ന അണ്ടർ വാട്ടർ ടണൽ, ഇതൊക്കെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റുകളാണ്. ഇത്രമാത്രം തീമുകൾ കൊണ്ട് നിറഞ്ഞൊരു അക്വേറിയം നിങ്ങൾക്ക് വേറെ എവിടെയും കാണാനാവില്ല. ഇവിടെ വന്നാൽ എന്തായാലും മസ്റ്റ് ട്രൈ ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഈ ഫിഷ് സ്പായും കൂടാതെ ഈ കാണുന്ന ഫിഷ് ഫീഡിങ്ങും. ഒരു 2.5 മണിക്കൂറോളം നടന്നു കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ട്രിപ്പായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം മൊത്തം ചെലവഴിക്കാനുള്ള കാഴ്ചകളും ആക്ടിവിറ്റീസുകളും ഇവിടെ മൊത്തത്തിലുണ്ട്. ഇവിടുത്തെ കാഴ്ചകളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാട്ടോ. മറൈൻ വേൾഡ് അക്വേറിയം എക്സ്പ്ലോർ ചെയ്ത ശേഷം ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചാവക്കാട്ടെ 4 മണിക്കാറ്റാണ്. മറൈൻ വേൾഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇവിടുത്തെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. കയാക്കിംഗ് അടക്കം എല്ലാവിധ ബോട്ടിംഗ് സർവീസും നമുക്കിവിടെ ട്രൈ ചെയ്യാട്ടോ. നമ്മുടെ ഈവനിങ് ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. വൈകുന്നേരങ്ങളിൽ സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ ഇതിലും ബെറ്റർ പ്ലേസ് ആയിട്ട് തൃശ്ശൂർ വേറെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും ഇവിടെയുണ്ട്. ഈ ഒരു കായൽ തീരത്തൂടെയുള്ള നടപ്പും കാഴ്ചകളും ഒരു പ്രത്യേക രസം തന്നെയാണ്. പീസ്ഫുള്ളായി കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെർത്താണ് ഈ ഒരിടം. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പാരഡൈസ് ആണ് ഈ ഒരു 4 മണിക്കാറ്റ്. ഈവനിങ് കാഴ്ചകൾ മാത്രമല്ല കേട്ടോ, പുറത്തായിട്ട് നിരവധി ഫുഡ് സ്പോട്ടുകളും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ നിന്ന് ഒരു 20 മീറ്റർ ഡിസ്റ്റൻസ് പോയാൽ തൊട്ടടുത്തായി മറ്റൊരു കയാക്കിംഗ് സ്പോട്ട് കൂടി കാണാം. തൃശ്ശൂരുകാരുടെ കയാക്കിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രിഫറൻസ് ഈ ചാവക്കാടിലെ 4 മണിക്കാറ്റാണ്. ഇവിടെ ഉണ്ടല്ലോ കയാക്കിംഗ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകൾ മാത്രമാണ് ഉള്ളത്. ഡെയിലി രാവിലെയും വൈകിട്ടും കണ്ടൽ കാടുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്പെഷ്യൽ മാംഗ്രോവ് കയാക്കിംഗ് പാക്കേജുകളും ചെയ്യുന്നുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇനിയിപ്പോൾ കവരൊക്കെ ഉള്ള ടൈം ആണെങ്കിലുണ്ടല്ലോ നൈറ്റ് ടൈമിലോ സ്പെഷ്യൽ ട്രിപ്പുകളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ പാക്കേജുകളൊന്നും തന്നെ ഇല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയാക്കിംഗ് ചെയ്യാട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ തൃശ്ശൂരിന്റെ 1 ഡേ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.